ഹായ്, ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും നമ്മൾ തികച്ചും ഓയിൽ ഫ്രീ ആയിട്ടുള്ള ഒരു കടലയുടെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ നല്ല ഒരു കടലക്കറി. അതിൻ്റെ പ്രത്യേകത നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് വെച്ചാൽ ഓയിൽ ഫ്രീ ആണ്. നമ്മൾ സാധാരണ പുട്ടിനും അപ്പത്തിനും ചോറിനൊക്കെ യൂസ് ചെയ്യുന്ന അതേ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബും ചെയ്യാം. അപ്പോൾ നമ്മുടെ കടല ഒരു ഗ്ലാസ് ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു 6 മണിക്കൂറെങ്കിലും കുതിർത്തിയിടാം കേട്ടോ. എന്നാലേ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടുള്ളൂ. ഇത് നമുക്ക് ആദ്യം തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ കടല ഞാൻ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ സോൾട്ട്, ഒരു 4 കപ്പോളം വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു 2 വിസിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ തീ കുറച്ച് വയ്ക്കുക. ഒരു 20 മിനിറ്റ് തീ കുറച്ച് വെച്ചിട്ട് വേവിക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങളുടെ കുക്കറിൻ്റെ അനുസരിച്ച് വ്യത്യാസപ്പെടും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും നോക്കേണ്ടതെന്ന് വെച്ചാൽ കടല നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പൊ കടല വേവുന്ന സമയത്ത് ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ചീരകവും 1/2 ടീസ്പൂൺ കുരുമുളകും ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ആഡ് ചെയ്യാം. ഒരു 1/2 കപ്പ് നാളികേരം അതിന്റെ കൂടെ ആഡ് ചെയ്യാം. ഇത് നമുക്കൊന്ന് ലൈറ്റ് ആയിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇതിന്റെ കൂടെ ഞാനിവിടെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, ഒരു 5-6 വെളുത്തുള്ളി, 4-5 ചുമന്നുള്ളിയും കൂടി ഉണ്ട്, അതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ കളർ മാറാണ്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ് കേട്ടോ. അപ്പോൾ കോക്കനട്ട് ലൈറ്റായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ആഡ് ചെയ്യാം. ഫ്ലെയിം നന്നായിട്ട് ആത്തി വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോസ് സ്മെല്ല് പോണ വരെ ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറട്ടെ. അപ്പോൾ നമ്മൾ ഫ്രൈ ആക്കി വെച്ചത് നന്നായിട്ട് ചൂടാറിയുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ കപ്പിലേക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരയ്ക്കാം കേട്ടോ. ഇപ്പൊ ഇത് ഒരുവിധം അരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 തക്കാളി ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നമുക്ക് കുക്കർ ഒന്ന് തുറന്നു നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ 1 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടിയും ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല ആഡ് ചെയ്യാം. മിക്സിയുടെ കപ്പൊക്കെ ഒന്ന് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കഴുകി അതും കൂടി ഇതിലേക്ക് ചേർക്കാം. ഏകദേശം ഒരു 5 മിനിറ്റോളം ഞാൻ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ പാകത്തിനുള്ള കൺസിസ്റ്റൻസി, അതായത് ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും നൂലപ്പത്തിനും ഒക്കെ യോജിക്കുന്ന ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. വളരെ ടേസ്റ്റ് ആണ് ഈ ഒരു രീതിയിൽ ഓയിൽ ഇല്ലാണ്ട് നമ്മള് കടലക്കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പൊ ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പൊ അടുത്തതാണ് നമുക്ക് ഒരു അടിപൊളി റെസിപ്പിയുമായി കാണാം. ബൈ.